അയ്യേ എന്താ ഇത്? ഞാൻ നാണം മറച്ച നാണല്ലേ തണ്ട. ആരത്? ഞാനല്ല, നീ പോയി നോക്ക്. ആ അപ്പൊ ഒക്കെ പറഞ്ഞതുപോലെ. ഓ ഈ തള്ള ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നിക്കണവിടെ 10-60 വയസ്സായി എന്നിട്ട് കൊച്ചു പിള്ളേരുമാരി നിക്കറിട്ട് നടക്കുക. നാണുണ്ടോ? പോയി മുണ്ടെടുത്ത് കൊടുക്ക്. എന്താ? പോയി മുണ്ടെടുത്ത് കൊടുക്കാൻ. എന്താന്ന്? നിങ്ങളുടെ മകനാ ബോർനെന്ന് ഞാൻ കരുതിയിരുന്നേ, പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ആന ബോർനെന്ന്. മിണ്ടരുത്. സ്റ്റോപ്പ് ഇറ്റ്. മുത്തശ്ശി, ആ ചെറ്റപ്പെണ്ണ് ഇപ്പൊ എന്താ പറഞ്ഞു പോയത്? എന്റെ ഭാര്യ കയറി ചെറ്റാന്ന് വിളിച്ചിട്ടില്ല, കടിച്ച മോന്തയുടെ ഷേപ്പ് വെച്ചു. അച്ഛനും മോനും കൂടി ഉമ്മ വെച്ച് കളിക്കുക. അമ്മമ്മ കൂടണ്ട. സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ നാണുണ്ടോ നിനക്ക്? ആഭാസൻ. അല്ല അമ്മമ്മ, ഉമ്മ ഞാൻ അല്ല. പൂടി ഞാനുണ്ട്. ഇതാ പറഞ്ഞത്, ഒരു നല്ല ഐഡിയയും ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുതെന്ന്. ഏത് നിമിഷത്തിലാണോ ഇയാളെ പരിചയപ്പെടാൻ തോന്നിയത്? എന്റെ ഒരു മാസത്തെ കോട്ട മുഴുവൻ ഇയാൾ ഒറ്റ ഇടുപ്പിന് തീർക്കുമല്ലോ എന്റെ കർത്താവേ. ദരിദ്രവാസി. എന്താ പെറുപിറുക്കണേ? പ്രാർത്ഥിക്കുവായിരുന്നേ. അത് വളരെ നല്ലതല്ല. വിസ്കി ഉണ്ട്, ബ്രാൻഡി ഉണ്ട്, ബിയർ ഉണ്ട്, ഏതാ വേണ്ടെന്ന് വെച്ചാ? ഇപ്പൊ കയ്യിലുള്ളത് ഇങ്ങോട്ട് തായോ, അത് കഴിഞ്ഞിട്ട് പോരെ നമുക്ക് വേറെ ചിന്തിക്കാൻ. ഇന്നലെ തന്റെ അടിച്ച സാധനം അത്ര ശരിയായില്ല, ഡ്യൂപ്ലിക്കേറ്റ്. ഭയങ്കര തലവേദന, 2 അടിച്ച ശരിയാവും. എന്താ ഒരു ശബ്ദം? ട്രൗസർ കീറിയെന്നാ തോന്നണേ. അച്ചായാ, എന്താ എന്ത് പറ്റി? അനക്കമില്ലല്ലോ. ഞാൻ ആംബുലൻസ് വിളിക്കാം. വരൂ വരൂ വരൂ. കർത്താവേ, നീ കുഞ്ഞാടിനെ രക്ഷിക്കണമേ. മെല്ലെ എടുത്തോളൂ. പൊങ്ങട്ടെ എടുക്കുന്നേ. പൊങ്ങട്ടെ പൊങ്ങട്ടെന്നേ. അതെ, ഇത് പൊങ്ങട്ടെ. നിങ്ങൾ വിചാരിച്ച നടക്കില്ല. നല്ല കട്ടപ്പാര എടുത്തിട്ടു അച്ഛല്ലേ. ശരി. ഇനി ക്രെയിൻ വേണ്ടി വരും. വേറെ ഇരുമ്പ് സ്ട്രെച്ച് കൊണ്ടുവാടാ. കൊണ്ടുവരുന്നു. നിക്ക്, ഇത് അങ്ങനൊന്നും ശരിയാവത്തില്ല. ആഹാ. അടിയിലേക്ക് അങ്ങനെ പോട്ടെ. തലക്കടി വെച്ചല്ലോ. ഇനി ഇത് നടുവിന്. ഇത് മുട്ടിനടിയിൽ. ഇനി വലിച്ചോ. തള്ളി വിട്. 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 ഈ ലോഡിന് താഴ്ത്തിക്ക് എത്തിക്കണമെങ്കിൽ വടം തന്നെ വേണം. അയ്യോ ഈശോയെ, ഇനി എന്താ ചെയ്യാ?
ഐ ആം ഓൾ റൈറ്റ്. പോവാ മോളെ പോവാ. നീയോ? നീ എന്തിനിപ്പ ഇങ്ങോട്ട് വന്നേ? എന്റെ കുഞ്ഞ്. കുഞ്ഞോ? ഏത് കുഞ്ഞ്? എവിടത്തെ കുഞ്ഞ്? എന്ത് കുഞ്ഞ്? എനിക്കെന്റെ കുഞ്ഞിനെ വേണം. ദേ വൃത്തിയോടെ പറയരുത് കേട്ടോ, അല്ലെങ്കിൽ തന്നെ നീ കാരണം ഇല്ലാത്ത പുലുവാലി പിടിച്ചിരിക്ക. ഇനി കുഞ്ഞിന്റെ പേരിലാണ് പുതിയ പരിപാടിയായിട്ട് വരുന്നെങ്കിൽ എന്റെ സ്വഭാവം മാറൂട്ടോ. അയ്യോ, അന്ന് നിങ്ങളുടെ കാറിൽ ഞാനാ എന്റെ മോനെ കൊണ്ടുവന്ന് വെച്ച്. അവന്റെ കാര്യം ഞാനീ പറയുന്നത്. ഓ, അത് നിന്റെ കുഞ്ഞായിരുന്നു അല്ലേ? ആദ്യം കുഞ്ഞിനെ ഇങ്ങടെ ഏൽപ്പിക്കുക, പിന്നെ അതിനെ കാണാനാണെന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഒരു വിസിറ്റ്. അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാനുള്ള പരിപാടി ആയിരിക്കും അല്ലേ? കൊള്ളാം. ആ മോഹമോളങ്ങ് മനസ്സിൽ വെച്ചാ മതി. കൊച്ചിനെ കൊണ്ട് അനാഥാലയത്തിലാക്കിണ്ട്. വേണേ അവിടെ പോയി വാങ്ങിച്ചോ. എന്റെ കൊച്ചൊന്നുമില്ല. ഒന്ന് വേഗം പോകാൻ നോക്കിയേ, ആരെങ്കിലും കാണും. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. പവർ കട്ട് പോലെ അടിക്കടി ഭാര്യ പിണങ്ങി പോകുമ്പോ ഒരു ഇൻവെർട്ടറിനോട് ആഗ്രഹം തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. അവനൊരു ചെറുപ്പക്കാരനല്ലേ? ഞാൻ വിചാരിച്ച പോലെ ഗോപാലകൃഷ്ണൻ അത്ര കുഴപ്പക്കാരനല്ല. ഇത്രയും നല്ല സൽസ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കർത്താവേ, കുഴയുന്ന മട്ടാണല്ലോ. ആ ചെറുപ്പക്കാരനെ രക്ഷിക്കണമല്ലോ. എനിക്ക് കുഞ്ഞിനെ കാണാൻ ധൃതിയായി. ചേട്ടൻ പുറത്ത് ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യാ. നിന്റെ ഭർത്താവിന് ഏത് സമയത്ത് ഓട്ടോറിക്ഷയിൽ വെയിറ്റ് ചെയ്യലാണോ പണി? കുഞ്ഞി അഡ്രസ്സിലുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും ഉപദ്രവിക്കാതിരുന്നാ മതിയേ. എന്താ അപകടമാണ് ഇവിടെ നിൽക്കുന്ന അപകടമാണ്. എന്താ പറയുന്നേ? ഞാൻ പറയുന്നത് ഇവിടെ അവർ ഒരിക്കലും കാണാൻ പാടില്ല. ആര്? നീ ഇവിടെ ഇറക്കി വിടാൻ നോക്ക്, അല്ലെങ്കിലേ പ്രശ്നങ്ങളുടെ നടുവിലാണ് നീ. എന്താ എന്താ മോനെ, ഈ അച്ചായൻ പറയുന്നത് കേൾക്ക്, ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. കാര്യം പറഞ്ഞു. ആ തള്ളയും നിന്റെ ഭാര്യ. ചടി ചടി ചടി. ചാടാനോ? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ കഴുത്ത് കെട്ടി ഇറക്കായിരുന്നു. സാരി അഴിക്ക് പെണ്ണേ. സാരിക്ക് നീളം പറ്റോ? നീ വേണ്ട, മുണ്ട് വെച്ച് കൂട്ടിക്കെട്ടാ. സാരി അഴിക്ക്. പെട്ടെന്നാവട്ടെ അങ്ങോട്ട്. ഇയാളെന്തീ കിടന്ന് ഡാൻസ് ചെയ്യുന്ന മാറോ? അതെ, ഗോപാലകൃഷ്ണൻ പുതിയൊരു പാചകത്തിന്റെ പരീക്ഷണത്തില. ചേരുവ ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. പരീക്ഷണോ? എന്ത് പരീക്ഷണം? അതെ, പിന്നെ കഞ്ഞിവെള്ളത്തിൽ നിന്ന് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ശല്യപ്പെടുത്തണ്ട, നമുക്ക് ഇവിടെ നിന്ന് വെറുതെ സംസാരിച്ച് സമയം കളയാം. മാറ അങ്ങോട്ട് വായി നോക്കി. എടാ എന്റെ വീട്ടുകാരൻ നിന്റെ സമ്മതം വേണം. അങ്ങോട്ട്. ഈശോയെ, ആന്റി, അമ്മച്ചി, കൊണ്ടാട്ടോ. കർത്താവേ, അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ആരും കാണാതെ മുത്തശ്ശി വിചാരിക്കുന്ന ഒന്നുമില്ല. കൈയെടുക്കട, മിണ്ടി പോരുത് വൃത്തികെട്ടവനെ. നിന്നെ പറ്റി അവള് പറയുന്നതൊക്കെ സത്യാണെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. മുത്തശ്ശി, ഞാൻ പറയുന്ന അയ്യേ, ഇങ്ങനെ നോക്കരുത്. നാനുണ്ടോടാ നിനക്ക്? കുറച്ച്. ഇവിടെ ഉള്ളപ്പോഴേ നിന്റെ സ്വഭാവം ഇങ്ങനെ. അപ്പൊ അവൾ ഇല്ലാത്തപ്പോ എന്തായിരിക്കും നിന്റെ സ്ഥിതി? മുത്തശ്ശി എന്നെ ഒന്ന് വിശ്വസിക്കൂ. രാധികെ, നീങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഞാൻ എപ്പോഴും വെർജിനാണ്, പ്രോമിസ്. അതിനിടെ ഞാൻ പറഞ്ഞു നീ വൃത്തികെട്ടവനാണെന്ന്. പോവാ മോളെ, ഒരു നിവർജ്യം വന്നിരിക്കുന്നു. രാധികെ, ഇത്ര വൃത്തികെട്ടവനാണ് അവനെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അമ്മ വെറുതെ ഒരു അക്ഷരം നീ മിണ്ടി പോരുത്. എനിക്കറിയാം അവൻ നിനക്ക് കൈവശം തന്നിട്ടത്. എന്റെ മോളും ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടത് നുണയാണെന്നല്ലേ നീ പറയാൻ പോണത്? അമ്മ ഇത്രയും കാര്യമായി പറയണ സ്ഥിതിക്ക് എന്തെങ്കിലും സത്യം കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ കള്ളനെ മോളെ അവൻ. എടാ, ആരൂരാന്ന് പറഞ്ഞ അവന് പെട്ടെന്നൊരു അച്ഛൻ ഉണ്ടായത് എങ്ങനെ? അച്ഛൻ? ആ, ഏതച്ഛൻ? എന്നോട് ചോദിക്കണ ഏതച്ഛൻ? രാധിക എവിടെ പോയി? വേറെ എവിടെ പോവാൻ? ഞാൻ തന്നെ വക്കീലിന്റെ അടുത്ത് പറഞ്ഞു വിട്ടിരിക്കുക. കുട്ടിക്ക് ഗോപാലകൃഷ്ണനെ പിരിഞ്ഞേ പറ്റുന്ന അത്ര നിർബന്ധമാണെങ്കിൽ വേറെ എന്താ ചെയ്യാ? എത്രയും പെട്ടെന്ന് കോടതി സമൻസ് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഉടനെ വേണം. കോടതിന്ന് നോട്ടീസ് അയപ്പിക്കാന്ന് പറഞ്ഞ അവള് ചില്ലറക്കാരിയല്ലോ. എങ്ങനെ അയക്കാതിരിക്കും? ആ മാതിരി പണിയല്ലേ ഇയാൾ ചെയ്തു വെച്ചിരിക്കണേ. അയ്യോ, എന്റെ കർത്താവ്, എനിക്ക് അറിയായിരുന്നു ആ പെണ്ണ് അവന്റെ പഴയ കെട്ടിയോളായിരുന്നെന്ന്. അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ ഇതിൽ നീ തോറ്റു കൊടുക്കരുത്. അങ്ങനെ തുമ്മിയാ തെറിക്കണ മൂക്കണെ അങ്ങോട്ട് നീട്ടി തുമ്മി കൊടുക്കടാ. പോട്ടെ, എന്നിട്ട് വേണം നല്ല മണി പോലത്തെ ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് നിനക്ക് കെട്ടിച്ചേരാൻ. വേണ്ട വേണ്ട, എനിക്കൊന്നും എന്റെ ജീവിതത്തിൽ വിധിച്ചിട്ടുള്ളതല്ല ഈ കല്യാണവും കുടുംബജീവിതമൊക്കെ. മോനെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും.
മറ്റാരേക്കാം നിങ്ങൾ കരുതും പോലെ ഞാനിവന്റെ അച്ഛനല്ല. പക്ഷേ എനിക്കിവൻ മകനേക്കാൾ വലുതാ. അമ്മാവന്റെ വീട്ടിൽ അഭയാർത്ഥിയായി കഴിയുന്ന കാലം മുതലേ എനിക്കിവനറിയാം. നിന്റെ മനസ്സ് വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല മോനെ. നീ ധൈര്യമായിട്ടിരിക്കേ. ഞാൻ ഇന്ന് പോയി ജോലിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇവന്റെ പണി പോവും. ഇത്രയും നാള് കാണാതായപ്പോ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. പക്ഷെ ഞാൻ ഉടനെ തിരിച്ചു വരും നിന്നെ ഇവിടുന്ന് കൊണ്ടുപോവാൻ എന്റെ കൂടെ. അതിനു മുമ്പ് നീ കോടതി പോണം. എന്നിട്ട് അവിടെ പറയണം തന്നിഷ്ടക്കാരിയായ ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം വിവാഹമോചനമാണെന്ന്. നീ കോടതി പോയില്ലെങ്കിൽ അവള് കരുതും ജയിച്ചത് അവളാണെന്ന്. അതുപോലെ അച്ചായനൊരു ഉപകാരം ചെയ്യണം. ഇവന്റെ ആദ്യ ഭാര്യയെ കണ്ടുപിടിച്ച് അവളോട് പറയണം ഇനിയെങ്കിലും ഇവനെ ഉപദ്രവിക്കരുതെന്ന്. ഒരു ദിവസം സവാരിക്കായി ഓട്ടോ എടുത്തു പോയതാ. വഴിയിന്ന് കയറി ഏതോ ഒരുത്തന്റെ കയ്യിൽ എന്തോ മയക്കുമരുന്നുണ്ടായിരുന്നു. പോലീസ് അകത്താക്കിയത് എന്നെയാ. ഇവളെ ഒന്ന് അറിയിക്കാനുള്ള സന്മനസ് പോലും പോലീസ് കാണിച്ചില്ല. സ്റ്റേഷനിൽ നേരെ കോടതി, അവിടുന്ന് ജയിൽ. പിന്നീട് വളരെ കഴിഞ്ഞാണ് ഞാൻ എവിടെയാണെന്ന് ഇവക്ക് പോലും മനസ്സിലായത്. അവസാനം ഓട്ടോ സ്റ്റാൻഡിലെ ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് പുറത്തിറങ്ങിയത്. എനിക്ക് ഇവളെ തിരിച്ചു തന്ന നല്ല മനുഷ്യനും ഗോപാലകൃഷ്ണൻ. പക്ഷെ അവന്റെ ജീവിതം ഇപ്പൊ നശിച്ചു.